ഇന്ത്യ മഹാരാജ്യത്ത് രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കാത്ത സംഘടനയുടെ തലവന് ഈ ഇന്ത്യ ഗവൺമെൻറ് എല്ലാ തരത്തിലുമുള്ള ഇവിടുത്തെ പ്രധാനമന്ത്രിക്ക് തുല്യമായ സുരക്ഷയും പരിഗണനയും എല്ലാ തരത്തിലുള്ള സംവിധാനവും ഒരുക്കി കൊടുക്കുകയും അദ്ദേഹം വാർഷികമായ അവരുടെ ഈ രജിസ്റ്റർ ചെയ്യാത്ത സംഘടനയുടെ വാർഷിക യോഗത്തിൽ വന്ന് പ്രസംഗിക്കുന്ന പ്രസംഗം ഇന്ത്യ എന്ന് പറയുന്ന ഈ മഹാരാജ്യത്തിൻ്റെ സ്വന്തമായിട്ടുള്ള ഈ ദൂരദർശൻ ചാനൽ ഇവിടെ ലൈവായിട്ട് കാണിക്കുകയും ചെയ്യുന്നതിൽ നമുക്ക് ആർക്കും ഒരു പ്രശ്നമില്ല. പക്ഷെ വെള്ളാപ്പള്ളി നടേശൻ മുഖ്യമന്ത്രിയുടെ കാറിൽ കയറി പോയി കഴിഞ്ഞാൽ അത് നമ്മുടെ നാട്ടിൽ വലിയ മതേതരത്തിനും ജനാധിപത്യത്തിനൊക്കെ വലിയ ഭീഷണിയാണ്. ഒരു ഡോമിനൻ്റ് കാസ്റ്റ് എന്ന് പറയുന്ന അധീശത വിഭാഗത്തിൽപ്പെട്ട ഒരു സമുദായ നേതാവിന് ആ സമുദായ നേതാവ് എന്ന പദവി വഹിച്ചുകൊണ്ട് തന്നെ ഒരു ഇടതുപക്ഷ മന്ത്രിസഭയിൽ മന്ത്രിയായിരിക്കുന്നതിൽ നമുക്ക് വിരോധമില്ലാതിരിക്കുകയും ഒരു പിന്നോക്ക സമുദായ നേതാവ് മുഖ്യമന്ത്രിയോടൊപ്പം സഞ്ചരിച്ചാൽ അതിലെന്തോ കേരളത്തിൻ്റെ മതേതര മനസാക്ഷി മുഴുവൻ ഇല്ലാതാക്കുന്ന ഒരു സംഭവം ഉണ്ട് എന്ന് നമുക്ക് തോന്നുകയും ചെയ്യുന്നിടത്ത് ആ കാഴ്ചയ്ക്ക് ഒരു പ്രശ്നമുണ്ട്. ദൈവത്തെ എനിക്ക് നിയന്ത്രിക്കാൻ സാധിക്കും, ദൈവത്തെ എൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് വാങ്ങിത്തരാൻ എനിക്ക് സാധിക്കും, ദൈവം അല്ലെങ്കിൽ ദൈവത്തിന് വിരുദ്ധമായ ഈ പിശാചി എന്ന് പറയുന്ന ശക്തി എൻ്റെ നിയന്ത്രണത്തിലാണ് എന്ന് ഒരു വ്യക്തി അവകാശപ്പെടുകയും ആ നിയന്ത്രണത്തിൻ്റെ ശക്തിയിലൂടെ നിങ്ങളുടെ ഒരു കാര്യം നടത്തിത്തരികയോ നിങ്ങളെ നശിപ്പിക്കുകയോ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തുകയും അത് വെച്ചിട്ട് അവരെ വിഭവപരമായി ചൂഷണം ചെയ്യുകയും അവരെ സാമ്പത്തികമായോ ശാരീരികമായോ ലൈംഗികമായോ ചൂഷണം ചെയ്യുകയും ചെയ്യുന്ന സമയത്ത് അവരെ നിയന്ത്രിക്കാൻ നിയമം വേണമെന്ന് നിങ്ങൾ കരുതുന്നു. ഇത് വളരെ പ്രധാനമല്ലേ? ഈ സമൂഹം ആത്യന്തികമായി ഇവിടെ രജിസ്റ്റർ ചെയ്ത് പോലും പ്രവർത്തിക്കാത്ത ഒരു സംഘടനയുടെ നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ തത്വശാസ്ത്രത്തിന് സമ്പൂർണ്ണമായി കീഴ്പ്പെടുന്ന സമയത്ത് ഞാനും നിങ്ങളും ഇത്തരത്തിൽ സംസാരിക്കാൻ പോലും ശേഷിയില്ലാത്ത ആളുകളായി നിശബ്ദരായി ഒരുപക്ഷെ ഉന്മൂലനം ചെയ്യപ്പെട്ടില്ലാതാകും. ഗണേഷ് കുമാറിനെ മന്ത്രിസഭയിൽ എടുത്തതും നായർ സമുദായ അംഗമായ ആ സംഭവവും മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക കാറിൽ വെള്ളാപ്പള്ളി നടേശനെ കയറ്റിക്കൊണ്ടുപോയത് എങ്ങനെ താരതമ്യം ചെയ്യാനാകും? ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് കോടതിയിൽ അഫിഡവിറ്റ് കൊടുത്തിരിക്കുന്നത് ബ്രാഹ്മണർ പ്രത്യേക ഗ്രൂപ്പായിട്ടാണ് എന്ന് താങ്കൾ പ്രതിപാദിക്കേണ്ടായി, ശരിയാണ്. പക്ഷെ അത് മറിച്ച് ആണ് ഒരു അഫിഡവിറ്റ് കൊടുത്തിരുന്നതെങ്കിൽ ഇവിടുത്തെ പ്രതികരണം എന്തായിരുന്നു? ഇവിടുത്തെ തെരുവുകൾ എങ്ങനെ കത്തുമായിരുന്നു? അതിന് കത്തിക്കുന്നതിന് നമ്മൾ ഇപ്പൊ താങ്കൾ തന്നെ പ്രഭാഷണത്തിൽ ഉടനീളം പരാമർശിക്കപ്പെട്ട അവർണ വിഭാഗമായിരിക്കും മുൻപന്തിയിൽ നിൽക്കുന്നത് എന്നുള്ള വസ്തുതയും നാം കാണാതെ പോകരുത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എവിടെയാണ് ചികിത്സ വേണ്ടത്? വിയോജിപ്പുകൾക്ക് നന്ദി. ഒന്നാമതായി പ്രധാനമായും ഈ ഒരു കാര്യമാണ് ഇവിടെ സൂചിപ്പിച്ചത്. വെള്ളാപ്പള്ളി നടേശൻ ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ കാറിൽ കയറിപ്പോയത് വലിയ തെറ്റാണ്, ഇതാണല്ലോ വാദം. അപ്പോൾ ഞാനതിന് പറഞ്ഞ മറുപടി NSSൻ്റെ ഡയറക്ടർ ബോർഡ് അംഗമായിരുന്ന എന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്, അംഗമായിരുന്ന എന്നല്ല. അങ്ങനെ ആരെങ്കിലും തെറ്റിദ്ധരിച്ചെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. NSSൻ്റെ ഡയറക്ടർ ബോർഡിൽ ഇന്നും അംഗമായ എന്നാണ് ഞാൻ പറഞ്ഞത്. ഇന്ന് നമ്മൾ സംസാരിക്കുമ്പോഴും അദ്ദേഹം NSSൻ്റെ ഡയറക്ടർ ബോർഡിൽ അംഗമാണ്. NSSൻ്റെ ഡയറക്ടർ ബോർഡിൽ അംഗമായ ഒരാൾക്ക് കേരളത്തിൻ്റെ മന്ത്രിസഭയിൽ MLA എന്ന നിലയ്ക്ക് അംഗമായിരിക്കാൻ അവകാശമില്ല എന്നുള്ള അഭിപ്രായം എനിക്കില്ല. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. അദ്ദേഹം മന്ത്രിസഭയിൽ അംഗമായിരിക്കുന്നതിൽ എനിക്ക് യാതൊരു വിരോധവുമില്ല. ഞാൻ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് NSSൻ്റെ ഡയറക്ടർ ബോർഡ് വളരെ പ്രബലമായ ഒരു സമുദായത്തിൻ്റെ സമുദായ സംഘ നേതാവ് എന്ന് പറയുന്ന പദവി വഹിച്ചുകൊണ്ട് തന്നെ ഒരു MLA ആയി അദ്ദേഹത്തിന് മന്ത്രിസഭയിൽ ഇരിക്കുന്നതിൽ നമ്മളുടെ കേരളത്തിൻ്റെ പൊതു മനസാക്ഷിക്ക് യാതൊരു തരത്തിലുള്ള വിമർശനം ഉണ്ടായില്ല എന്നുള്ളതാണ്. ഇല്ല, ഇപ്പോഴും ഇല്ല. അങ്ങനെ ഇരിക്കെ ഇവിടെ മുഖ്യമന്ത്രിയുടെ കാറിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ഇപ്പോൾ കേരളത്തിൽ 21 മന്ത്രിമാരുണ്ട്. ഈ മന്ത്രിമാരുടെയൊക്കെ കാറിൽ പലപ്പോഴും പല സമയത്ത് പല സ്ഥലങ്ങളിലെത്തുമ്പോഴും പൊതുജനങ്ങളുമായി ബന്ധപ്പെടുന്ന സമയത്ത് പലരും ആ കാറിൽ കയറി പോകാറുണ്ട്. ഈ മന്ത്രിയായിരിക്കുന്ന ആളുകൾ ചിലപ്പോൾ സ്വകാര്യ വാഹനങ്ങൾ സഞ്ചരിക്കാറുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു മന്ത്രിക്ക് ആക്സിഡൻറ്റ് പറ്റുമ്പോൾ ആ ഒരു അപകടം നടക്കുന്നത് മന്ത്രിയുടെ കാറിലല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ചുരുങ്ങി പറയാം, അപ്പോൾ ഇവിടെ നമ്മൾ ഈ കാര്യങ്ങൾ എങ്ങനെ കാണണം എന്നുള്ള കാര്യത്തിൽ ഒന്ന് ഓർക്കണം. ഇവിടെ മുഖ്യമന്ത്രിയുടെ കാറിൽ മുഖ്യമന്ത്രിക്ക് കയറാം, ഏത് പൊതുജനത്തിനും മുഖ്യമന്ത്രിയുടെ സമ്മതം ഉണ്ടെങ്കിൽ കയറാം, അതത്രേ ഉള്ളൂ. പക്ഷേ ഒരു സമുദായത്തിൻ്റെ നേതാവിന് ആ സമുദായ നേതാവ് എന്ന പദവി, അത് ഒരു പ്രബല സമുദായത്തിൻ്റെ ഒരു ഡോമിനൻ്റ് കാസ്റ്റ് എന്ന് പറയുന്ന അധീശത വിഭാഗത്തിൽപ്പെട്ട ഒരു സമുദായ നേതാവിന് ആ സമുദായ നേതാവ് എന്ന പദവി വഹിച്ചുകൊണ്ട് തന്നെ ഒരു ഇടതുപക്ഷ മന്ത്രിസഭയിൽ മന്ത്രിയായിരിക്കുന്നതിൽ നമുക്ക് വിരോധമില്ലാതിരിക്കുകയും ഒരു പിന്നോക്ക സമുദായ നേതാവ് മുഖ്യമന്ത്രിയോടൊപ്പം സഞ്ചരിച്ചാൽ അതിലെന്തോ കേരളത്തിൻ്റെ മതേതര മനസാക്ഷി മുഴുവൻ ഇല്ലാതാക്കുന്ന ഒരു സംഭവം ഉണ്ട് എന്ന് നമുക്ക് തോന്നുകയും ചെയ്യുന്നിടത്ത് ആ കാഴ്ചയ്ക്ക് ഒരു പ്രശ്നമുണ്ട്. അത് യുക്തിവാദിയുടെ കാഴ്ചയാണെങ്കിൽ ആ കാഴ്ചയ്ക്ക് ഒരു പ്രശ്നമുണ്ട് എന്നുള്ളതാണ് എൻ്റെ വാദം. നിങ്ങൾക്ക് മറിച്ചാണ് അഭിപ്രായമെങ്കിൽ നിങ്ങളുടെ വാദത്തെ ഞാൻ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. നിങ്ങൾക്ക് ആ കാര്യം വെച്ച് പുലർത്താം. പക്ഷെ ഞാൻ പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഈ ഇരിക്കുന്നതിൽ സത്യസന്ധമായി നിങ്ങൾ പറയണം.
NSSന്റെ ഡയറക്ടർ ബോർഡ് മെമ്പറാണ് ഈ KB ഗണേഷ് കുമാർ എന്നുള്ളത് നിങ്ങൾ എത്ര പേർക്ക് അറിയായിരുന്നു? അതൊരു ചോദ്യമാണ്. അവിടെ നിൽക്കട്ടെ. മറ്റൊരു കാര്യം നിങ്ങൾക്ക് പറയാനുള്ള സമയം തന്നു. പിന്നെ അങ്ങയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ മനസ്സിലാക്കണം, ഞാൻ അങ്ങ് പറയുന്നത് കേട്ടിട്ടില്ല. ഞാൻ വരുന്ന സമയത്ത്, ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് വെള്ളാപ്പള്ളി നടേശൻ്റെ പേര് പരാമർശിച്ച് സംസാരിച്ചിരുന്നത് നാസർ സാറാണ്. അദ്ദേഹം പറഞ്ഞത് മാത്രം കേട്ടുകൊണ്ടാണ്. ഞങ്ങളുടെ വാദം എന്താണെന്ന് എനിക്കറിയില്ല. ആ പരിപാടിയിൽ ഞാൻ ഭാഗവുമല്ല. വ്യക്തിപരമായി പറയുന്നതല്ല. നമ്മൾ മനസ്സിലാക്കുക, രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കാത്ത ഇന്ത്യയിൽ ഒരിടത്തും ഒരു സർക്കാർ സംവിധാനത്തിൻ്റെ മുമ്പിലും നിങ്ങളിവിടെ ഇന്ന് ഇത്രയും ആളുകൾ ചേർന്ന് ഒരു പുരുഷഗണമോ ഒരു മൈക്രോ ഫിനാൻസ് യൂണിറ്റോ ഒരു സ്ത്രീകളുടെ ഒരു സംഘമോ രൂപീകരിച്ചാൽ പോലും ഇവിടെ ഈ സർക്കാരിന് കണക്ക് കൊടുക്കണം. നിങ്ങൾക്ക് അംഗത്വ രജിസ്റ്ററും നിങ്ങൾക്ക് നിങ്ങളുടെ യോഗത്തിൻ്റെ മിനിറ്റ്സ് ബുക്കും നിങ്ങളുടെ കണക്ക് പുസ്തകവും വേണം. ഈ നാട്ടിൽ, ഈ ഇന്ത്യ മഹാരാജ്യത്ത് രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കാത്ത സംഘടനയുടെ തലവന് ഈ ഇന്ത്യ ഗവൺമെൻറ് എല്ലാ തരത്തിലുമുള്ള ഇവിടുത്തെ പ്രധാനമന്ത്രിക്ക് തുല്യമായ സുരക്ഷയും പരിഗണനയും എല്ലാ തരത്തിലുള്ള സംവിധാനവും ഒരുക്കി കൊടുക്കുകയും അദ്ദേഹം വാർഷികമായ അവരുടെ ഈ രജിസ്റ്റർ ചെയ്യാത്ത സംഘടനയുടെ വാർഷിക യോഗത്തിൽ വന്ന് പ്രസംഗിക്കുന്ന പ്രസംഗം ഇന്ത്യ എന്ന് പറയുന്ന ഈ മഹാരാജ്യത്തിൻ്റെ സ്വന്തമായിട്ടുള്ള ഈ ദൂരദർശൻ ചാനൽ ഇവിടെ ലൈവായിട്ട് കാണിക്കുകയും ചെയ്യുന്നതിൽ നമുക്ക് ആർക്കും ഒരു പ്രശ്നമില്ല. പക്ഷെ വെള്ളാപ്പള്ളി നടേശൻ മുഖ്യമന്ത്രിയുടെ കാറിൽ കയറി പോയി കഴിഞ്ഞാൽ അത് നമ്മുടെ നാട്ടിൽ വലിയ മതേതരത്തിനും ജനാധിപത്യത്തിനൊക്കെ വലിയ ഭീഷണിയാണെന്ന് പറയുമ്പോൾ ഇവിടെ ഈ പറയുന്ന ആളുകൾ നിങ്ങൾ മനസ്സിലാക്കുക, സ്വയം വിമർശനപരമായി മനസ്സിലാക്കുക. നിങ്ങൾ ഈ പാടത്തിൻ്റെ വരമ്പത്ത് മീൻ പിടിക്കാനിരിക്കുന്ന കൊക്കിനെ പോലെ ആവരുത്. വലിയ മീൻ വരുന്ന സമയത്ത് കണ്ണടയ്ക്കും, ചെറിയ മീൻ വരുന്ന സമയത്ത് കൊത്തിപ്പിടിക്കും. ഇതാണ് പരിപാടി. RSSന് ഈ നാട്ടിൽ രജിസ്റ്റർ ചെയ്യാത്ത സംഘടനയ്ക്ക് കിട്ടുന്ന പരിഗണനയിൽ നമുക്ക് പ്രശ്നമില്ല. ഇവിടുത്തെ പ്രബല സമുദായങ്ങൾക്ക് കിട്ടുന്ന പരിഗണനയിൽ നമുക്ക് പ്രശ്നമില്ല. ഇവിടെ CK ജാനു എന്തെങ്കിലും പറഞ്ഞാൽ പ്രശ്നമായി, വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ പ്രശ്നമായി, പുന്നല ശ്രീകുമാർ പറഞ്ഞ പ്രശ്നമായി. ഇങ്ങനെ നമുക്ക് ഈ പ്രശ്നം അഭിസംബോധന ചെയ്ത് പരിഹരിക്കാൻ പറ്റില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം വസ്തുതകളായി കാണണം. ആരാണ് ഇവിടുത്തെ പ്രബലമായ വിഭാഗം, ആരാണ് ഇവിടുത്തെ അതീശത്വ വിഭാഗം, ആരെയാണ് ഇവിടെ ഈ പൗരോഹിത്യത്തിൻ്റെ പേരിൽ മതത്തിൻ്റെ പേരിൽ അടിമകളാക്കി വയ്ക്കുന്നതും ചൂഷണം ചെയ്യുന്നതും. മറ്റേ അദ്ദേഹം പറഞ്ഞ വാദം വളരെ പ്രബലമാണ്. ബ്രാഹ്മണ്യത്തിനെതിരെ, ആ ബ്രാഹ്മണ്യത്തിൻ്റെ ശക്തിയെ തകർക്കുന്ന രീതിയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പരിശ്രമം ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്നോ കോടതികളുടെ ഭാഗത്തുനിന്നോ ഈ പറയുന്ന പുരോഗമനകാരികളായ മനുഷ്യരുടെ ഭാഗത്തുനിന്നോ കൂട്ടായ്മകളുടെ ഭാഗത്തുനിന്നോ ഉണ്ടാകുന്ന സമയത്ത് അതിനെതിരെ പ്രതികരിക്കാനായി ഈ ബ്രാഹ്മണ്യൻ തെരുവിലിറക്കുക അവർണ ജനതയെ തന്നെ ആയിരിക്കുമെന്ന വാദമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. കഴിഞ്ഞ ശബരിമല പ്രക്ഷോഭം അതിനായി തെളിവാണെന്ന് നമുക്ക് പറയാം. ഇന്ത്യയിൽ നടത്തുന്ന നിരവധിയായ കലാപങ്ങൾ അതിനുണ്ട് എന്ന് നമുക്ക് പറയാം. പക്ഷെ നാം മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ ഈ ബ്രാഹ്മണ്യം തലച്ചോറുകളെപ്പോലും നിയന്ത്രിക്കുന്ന ഒന്നാണ് ഇന്ത്യയിൽ എന്നുള്ളതല്ലേ നമ്മൾ പറയുന്നത്. അപ്പോൾ അതിൽ അത്ഭുതമുണ്ട്. അങ്ങനെയുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുമെന്ന് കരുതി ഇത്തരത്തിലുള്ള പരിഷ്കരണ ശ്രമങ്ങൾക്ക് അവസരം ലഭിക്കുന്ന സമയത്ത് ഭരണകൂടം മുന്നോട്ട് പോകുന്നത് ശരിയാണോ? ഇതിന് ധീരമായി നേരിട്ടല്ല നമ്മൾ മുന്നോട്ട് പോയത്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമുണ്ട് ഇന്ത്യയിൽ എങ്ങനെയാണ് നിയമം പ്രവർത്തിച്ചിട്ടുള്ളതെന്ന്. ഇപ്പോൾ യുക്തിവാദികളെന്ന നിലയ്ക്ക് നിങ്ങളെല്ലാവരും തന്നെ ഈ അന്ധവിശ്വാസത്തിനെതിരെ നിയമം ഉണ്ടാക്കുന്നതിന് എങ്ങനെയാണ് കാണുന്നത് എനിക്കറിയില്ല. ഒരുപക്ഷെ നിങ്ങളതിനെ പിന്തുണയ്ക്കുന്ന ആളുകളാണ് എന്ന് ഞാൻ കരുതുന്നു. ആണ്. നമ്മൾ ഇപ്പോൾ ഈ കോടതി മറിച്ചാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കാന്ന് ആലോചിച്ചേ? പലതും സംഭവിച്ചേക്കാം. പക്ഷെ നമ്മളെന്ത് സ്റ്റാൻഡ് എടുക്കണം? നിങ്ങൾ ഇവിടേക്ക് നോക്കണം. ബംഗാൾ ബ്രിട്ടീഷുകാർ ഭരിക്കുന്നു, ഭരണം ആരംഭിക്കുന്നു. ആ സമയത്ത് ബംഗാളിൽ സതി നടക്കുന്നതിന് കണക്കുണ്ട്. 1800 ആദ്യ വർഷങ്ങൾ മുതൽ ഈ സതി നിരോധിക്കുന്ന 829 വരെ, ബംഗാൾ സതി റെഗുലേഷൻ വരുന്ന 829 വരെയുള്ള വർഷങ്ങൾ നടന്ന ബംഗാളിൽ നടന്ന സതികളുടെ കണക്കുണ്ട്. ഓരോ വർഷവും 829 എന്ന് പറയുമ്പോൾ എത്രമാത്രം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു നമുക്കറിയാം. ഓരോ വർഷവും നടക്കുന്നത് 300-ലധികമാണ്. ചില വർഷങ്ങൾ 400-450 സതികൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടാതെ എത്രയായിരിക്കും, അറിയാതെ പോകുന്ന എത്രയായിരിക്കും? ആ സമയത്താണ് ബംഗാളിലെ സതി റെഗുലേഷൻ ഉണ്ടാവുന്നത്. എതിർപ്പുണ്ടായില്ലേ? ഈ സതി റെഗുലേഷൻ വന്ന് സതി നിരോധിച്ച് അതിനുശേഷം നൂറ്റാണ്ടുകൾ പിന്നിട്ടിട്ട് 1989 അല്ലേ, രൂപ് കൻവാറിൻ്റെ സതി നടക്കുന്ന സമയത്ത് എത്ര ലക്ഷം പേരാ അവിടെ പങ്കെടുത്തത്? നിയമം മൂലം നിരോധിച്ച കാര്യമാണ്. എങ്ങനെയാണ് നമ്മൾ ഈ ശൈശവ വിവാഹം നമ്മുടെ നാട്ടിൽ ഇല്ലാതാക്കിയത്? അഥവാ ഇപ്പോഴും ശൈശവ വിവാഹത്തെ നമ്മൾ നിയന്ത്രിക്കുന്നത് നിയമം വഴി തന്നെയല്ലേ? ഇപ്പോൾ എന്തിനധികം പറയുന്നു, നമ്മൾ പുകവലിക്കുന്ന 25 വർഷം മുമ്പ് കേരളത്തിലെ പൊതുസ്ഥലങ്ങളിലെ പുകവലി എങ്ങനെയായിരുന്നു? എന്തായിരുന്നു അതിൻ്റെ തോത്? ഇപ്പോൾ അതെങ്ങനെയാണ് കുറഞ്ഞത്?
ഈ 99-ലാണ് ഒരു ഹൈക്കോടതിയിൽ നിന്ന് സുപ്രധാനമായ ഒരു ഉത്തരവുണ്ടാകുന്നത്. അപ്പോൾ സത്യത്തിൽ നിയമം നിർമ്മിക്കാൻ കോടതിക്ക് പറ്റില്ല, മറിച്ച് നിയമത്തിലുള്ള ഈ പറയുന്ന അന്തരീക്ഷ മലിനീകരണവുമായി ബന്ധപ്പെട്ട് ആ നിയമത്തിലുള്ള ഒരു വകുപ്പിനെയൊക്കെ കൂട്ടുപിടിച്ചാണ് വളഞ്ഞ വഴിക്ക് കോടതി ഈ ഉത്തരവിറക്കുന്നത്. അങ്ങനെ ഉത്തരവിറക്കുന്ന സമയത്ത് കേരളത്തിലെ ജില്ലാ കളക്ടർമാരെല്ലാവരും തന്നെ ഇനി പുക വലിച്ചാൽ ഫൈൻ ഈടാക്കുമെന്ന് പറഞ്ഞ് ഉത്തരവിറക്കുകയും അതൊരു നിയമം പോലെ ശക്തമായി കേരളത്തിൽ പ്രവർത്തിക്കുകയും ചെയ്തു. അതിനോട് റിസൾട്ട് ഉണ്ടായില്ലേ? അപ്പോൾ ഞാൻ പറയുന്നത് കോടതികളിൽ ഒരു സർക്കാർ എടുക്കുന്ന സമീപനം വളരെ പ്രധാനമാണ്. ഇപ്പോൾ അന്ധവിശ്വാസങ്ങൾക്കെതിരെ നിയമം നിർമ്മിച്ചുകൊണ്ട് അന്ധവിശ്വാസം ഇല്ലാണ്ടാക്കാൻ പറ്റുമെന്ന് വിശ്വസിച്ചുകൊണ്ടാണോ നിങ്ങൾ അന്ധവിശ്വാസ നിയമത്തിന് അനുകൂലിക്കുന്നത്? അല്ല. പക്ഷേ അന്ധവിശ്വാസങ്ങളുടെ പേരിൽ മനുഷ്യൻ ചൂഷണം ചെയ്യപ്പെടുമ്പോൾ, അനാചാരങ്ങളുടെ പേരിൽ മനുഷ്യൻ ചൂഷണം ചെയ്യപ്പെടുമ്പോൾ, മനുഷ്യരെ ഇത്തരത്തിൽ ചൂഷണം ചെയ്യുന്ന ആളുകളെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാനായിട്ട് ഈ നിയമനിർമ്മാണം സഹായകമാകുമെന്ന് നമ്മൾ കരുതുന്നു. അതല്ലേ സത്യം? അതുകൊണ്ടാണ് ഞാനും നിങ്ങളിതിന് ഉപയോഗിക്കുന്നത്. അതല്ലാതെ എന്താണ് വിശ്വാസം, എന്താണ് അന്ധവിശ്വാസം, ദൈവം തന്നെ ഒരു അന്ധവിശ്വാസമല്ലേ എന്നൊക്കെ നമുക്ക് ചോദിക്കാം. പക്ഷേ ദൈവത്തെ എനിക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. ദൈവത്തെ എൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് വാങ്ങിത്തരാൻ എനിക്ക് സാധിക്കും. ദൈവം അല്ലെങ്കിൽ ദൈവത്തിന് വിരുദ്ധമായ ഈ പിശാചി എന്ന് പറയുന്ന ശക്തി എൻ്റെ നിയന്ത്രണത്തിലാണ് എന്ന് ഒരു വ്യക്തി അവകാശപ്പെടുകയും ആ നിയന്ത്രണത്തിൻ്റെ ശക്തിയിലൂടെ നിങ്ങളുടെ ഒരു കാര്യം നടത്തി തരികയോ നിങ്ങളെ നശിപ്പിക്കുകയോ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തുകയും അത് വെച്ചിട്ട് അവരെ വിഭവപരമായി ചൂഷണം ചെയ്യുകയും അവരെ സാമ്പത്തികമായോ ശാരീരികമായോ ലൈംഗികമായോ ചൂഷണം ചെയ്യുകയും ചെയ്യുന്ന സമയത്ത് അവരെ നിയന്ത്രിക്കാൻ നിയമം വേണമെന്ന് നിങ്ങൾ കരുതുന്നു. ഇത് വളരെ പ്രധാനമല്ലേ? അപ്പോൾ ഇത്തരത്തിൽ കോടതിയിൽ തങ്ങളുടെ പുരോഗമനപരമായ നിലപാടുകൾക്ക് ഉയർത്തിപ്പിടിക്കാൻ ഭരണകൂടത്തിന് ബാധ്യതയുണ്ട്. ആ ബാധ്യതയിൽ നിന്ന് തന്ത്രപരമായി പിന്മാറിയതിനെ കുറിച്ചാണ് ഞാനവിടെ പറഞ്ഞത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് പരസ്പരം തർക്കിക്കാം, നമുക്ക് ജനാധിപത്യപരമായ സംവാദങ്ങളാകാം, എതിർപ്പുകൾ പറയാം, നമുക്ക് വിയോജിക്കാം. ഇതെല്ലാം നിലനിൽക്കുന്ന ഒരു ജനാധിപത്യ സമൂഹത്തിൻ്റെ സൗന്ദര്യത്തിലാണ്. പക്ഷേ ഈ സമൂഹം ആത്യന്തികമായി ഇവിടെ രജിസ്റ്റർ ചെയ്ത് പോലും പ്രവർത്തിക്കാത്ത ഒരു സംഘടനയുടെ നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ തത്വശാസ്ത്രത്തിന് സമ്പൂർണ്ണമായി കീഴ്പ്പെടുന്ന സമയത്ത് ഞാനും നിങ്ങളും ഇത്തരത്തിൽ സംസാരിക്കാൻ പോലും ശേഷിയില്ലാത്ത ആളുകളായി നിശബ്ദരായി ഒരുപക്ഷെ ഉന്മൂലനം ചെയ്യപ്പെട്ടില്ലാതാകും. ആ സമയത്ത് നമ്മളിപ്പോൾ ഉണർന്ന് ചിന്തിക്കേണ്ടത് എങ്ങനെ ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തെ പ്രതിരോധിക്കാന്നുള്ളതാണ്. പല നിലകളിൽ അതിൻ്റെ ഇരകളായ ആളുകളാണ്. ഈ വെള്ളാപ്പള്ളി നടേശൻ്റെ സമുദായം എന്ന് പറഞ്ഞാലും CK ജാനുവിൻ്റെ സമുദായം എന്ന് പറഞ്ഞാൽ ഈ ബ്രാഹ്മണ്യത്തിൻ്റെ ഇരകളാണ്. അങ്ങനെയുള്ള ആളുകളെ വിമർശിച്ചുകൊണ്ട് നമ്മളുടെ ഊർജം ആ വഴിക്ക് തിരിച്ചിട്ടുകൊണ്ട് ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തെ തോൽപ്പിക്കാമെന്ന് നമ്മൾ കരുതുന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ കടമ മറക്കുന്നതിന് തുല്യമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് വ്യക്തിപരമായ ആശ്വാസം ലഭിക്കുമെങ്കിൽ നിങ്ങളത് ചെയ്യുന്നതിൽ എനിക്ക് യാതൊരു വിരോധവുമില്ല. ഗണേഷ് കുമാർ മന്ത്രിയായിരിക്കുന്നതിലും എനിക്ക് വിരോധമില്ല. എല്ലാ സമുദായങ്ങൾക്കും അർഹമായ പ്രാതിനിധ്യം ഉണ്ടാകുന്ന ഒരു ജനാധിപത്യ രാജ്യം തന്നെയാണ് ഇപ്പോൾ ഈ ജനാധിപത്യ വ്യവസ്ഥയിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. നായർ സമുദായത്തിൻ്റെ പ്രാതിനിധ്യം വേണം. അത് ഗണേഷ് കുമാർ ആണെങ്കിലും മറ്റൊരാളാണെങ്കിലും എനിക്ക് വിരോധമുള്ള കാര്യമല്ല. ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഇനിയും വിയോജിപ്പുകൾക്കും സാധ്യതയുണ്ട്. ആ വിയോജിപ്പുകൾ നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് ഹിന്ദുത്വത്തിനെതിരായ പോരാട്ടം തുടരാമെന്ന്